ഹലോ, ഞാൻ സന്തോഷ് വീട്ടിക്ക് അഗ്രോ ഇൻസ്പയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെണ്ടക്കൃഷിയെക്കുറിച്ചാണ്. ഗ്രോ ബാഗിൽ എങ്ങനെ നല്ല രീതിയിൽ വെണ്ടത്തൈ നട്ടു വളർത്തി വിളവെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിത്ത് പാകുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ ആഹാരത്തിൽ വെണ്ടക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വെണ്ടക്കയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ. നമ്മുടെ വീട്ടിൽ 2 സെറ്റ് ഗ്രോ ബാഗിൽ വെണ്ടക്കൃഷി ഉണ്ടെങ്കിൽ, അതായത് ഒരു സെറ്റ് 5 ഗ്രോ ബാഗ് വീതം, ഒരു സെറ്റ് ഗ്രോ ബാഗിൽ വെണ്ട വിളവെടുത്ത് കഴിയാറാവുമ്പോഴേക്കും മറ്റേ സെറ്റിൽ വെണ്ടത്തൈ പൂവിടുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയണം. ഇങ്ങനെ ചെയ്താൽ വെണ്ടക്ക ഇടവേളകളില്ലാതെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഞാൻ വെണ്ടക്കൃഷിക്കായി വാങ്ങിയ വിത്ത് നാംദാരിയുടെ ഹൈബ്രിഡ് ഇനം വിത്താണ്. നിങ്ങൾ ഹൈബ്രിഡ് വിത്ത് വാങ്ങുകയാണെങ്കിൽ കാലാവധി കഴിയാത്ത വിത്തുകൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. വിത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് എല്ലാ വിത്തുകളും മുളച്ചു വരണമെന്നില്ല. അതുകൊണ്ടാണ് പുതിയ വിത്തുകൾ തന്നെ വാങ്ങിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഈ വിത്തുകൾ മുളച്ചാൽ തന്നെ നല്ല രീതിയിൽ വളർന്നു വരണമെന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ വിത്ത് വാങ്ങിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത വിത്ത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കൃഷി തുടങ്ങാം. ഈ കാണുന്ന ഗ്രോ ബാഗിലെ മണ്ണ് പോട്ടി മിശ്രിതമല്ല കേട്ടോ. മുന്നേ കൃഷി ചെയ്ത ഗ്രോ ബാഗിലെ മണ്ണ് ഇതിലേക്ക് നിറച്ചതാണ്. മുന്നേ കൃഷി ചെയ്യുമ്പോഴും പോട്ടി മിശ്രിതം നിറച്ചിരുന്നില്ല. ബാക്കിയെല്ലാ ഗ്രോ ബാഗിലും പോട്ടി മിശ്രിതം തന്നെയാണുള്ളത്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ എന്തായാലും പോട്ടി മിശ്രിതം തന്നെ നിറക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വിത്ത് പാകാം. ഇതുപോലെ ചെറിയ കുഴിയെടുത്ത് അതിലേക്ക് വിത്ത് നിക്ഷേപിക്കാം. വിത്ത് വലിയ ആഴത്തിലോ മുകളിലോ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ മണ്ണിൽ കുറച്ച് എല്ലിൻ പൊടിയും കൂടുതൽ മണ്ണിര കമ്പോസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നനക്കുമ്പോൾ വിത്ത് മണ്ണിൻ്റെ മുകളിലായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിത്ത് മുളക്കുന്നതുവരെ മണ്ണ് ഡ്രൈ ആവാതിരിക്കാൻ ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് ഗ്രോ ബാഗ് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കൃത്യം 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം തന്നെ വിത്ത് മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ 4-ാമത്തെ ദിവസമാണ്. വിത്തിനോടൊപ്പമുള്ള ആ 2 ഇലകൾ ഇപ്പോൾ നല്ല രീതിയിൽ വിടർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 ദിവസമായി. കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം. ഇപ്പോൾ 7 ദിവസമായി. വെണ്ടയുടെ യഥാർത്ഥ ഇല ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഒരു ബൂസ്റ്റർ എന്ന നിലക്ക് ഞാൻ പച്ചച്ചാണകം കലക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 13 ദിവസമായി. നമുക്ക് ആദ്യത്തെ വളപ്രയോഗം നടത്താം. അതിന് ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കടലപ്പിണ്ണാക്കിൻ പൊടി ഇട്ട് കൊടുക്കാം. കടലപ്പിണ്ണാക്കിൽ നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ചെടിയുടെ മൊത്തമായുള്ള വളർച്ചയ്ക്കും ഇലകളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും നൈട്രജൻ കൂടിയേ തീരൂ. ഉറുമ്പിൻ ശല്യമുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്കിൻ പൊടി മണ്ണുമായി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് പച്ചിലവളം ചേർത്ത് കൊടുക്കാം. പച്ചിലവളത്തിൽ നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചച്ചാണകം ചേർത്ത് കൊടുക്കാം. പച്ചിലവളവും ചാണകവും ഒരുമിച്ച് ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പച്ചിലവളം പെട്ടെന്ന് അഴുകുകയും അതിലെ ഘടകങ്ങൾ ചെടിയുടെ വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയുകയും അത് ചെടിയുടെ ത്വരിതഗതിയുള്ള വളർച്ചയ്ക്ക് സഹായമാവുകയും ചെയ്യുന്നു. ഇനി കുറച്ച് എല്ലിൻ പൊടി ചേർത്ത് കൊടുക്കാം. എല്ലിൻ പൊടിയിൽ നല്ല രീതിയിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. വേരുകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യ ഘടകമാണ് ഫോസ്ഫറസ്. ഇനി കുറച്ച് ക്ഷാരം ചേർത്ത് കൊടുക്കാം. ക്ഷാരത്തിൽ ചെറിയ തോതിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികൾ നല്ലതുപോലെ പുഷ്പിക്കുന്നതിനും കായ് പിടുത്തത്തിനും പൊട്ടാഷ് അത്യാവശ്യ ഘടകമാണ്. ഇനി വളങ്ങളൊക്കെ മൂടുന്ന രീതിയിൽ നല്ലതുപോലെ മണ്ണിട്ട് കൊടുക്കാം. ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ചെടിയുടെ വേരുകൾ പെട്ടെന്ന് വളരുകയും നമ്മൾ ഇപ്പോൾ ഇട്ട വളങ്ങളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ ചെടിക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വളമിട്ടാൽ നല്ല രീതിയിൽ മണ്ണിടാൻ ശ്രദ്ധിക്കുക. ഒരു ചെടി നട്ട് വളരുമ്പോൾ 3 പ്രാവശ്യം മാത്രമേ ഇതുപോലെ വളമിട്ട് മണ്ണിടേണ്ടതുള്ളൂ. പിന്നെ ഇതുപോലെ 3 പ്രാവശ്യം വളമിട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെടിയുടെ ചുവട്ടിൽ ജൈവവളം ഇടാൻ ശ്രമിക്കുക. ഞാൻ മണ്ണിര കമ്പോസ്റ്റാണ് ഇടാറുള്ളത്. അപ്പോഴൊന്നും വളത്തിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല രീതിയിലൊന്ന് നനച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വളമായി കടലപ്പിണ്ണാക്കിൻ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അത്
ഉറുമ്പ് എടുത്തു കൊണ്ടുപോകാൻ നല്ല സാധ്യതയുണ്ട്. ഇങ്ങനെ നനച്ചു കൊടുത്താൽ കടലപ്പിണ്ണാക്കൻ പൊടി കുതിരുകയും ക്ഷാരവുമായും മണ്ണുമായും ചേരുന്നത് കൊണ്ട് ഉറുമ്പ് കൊണ്ടുപോകാനുള്ള സാധ്യത ഒഴിവാകുകയും ചെയ്യുന്നു. ഇപ്പോൾ കൃത്യം 14 ദിവസമായി വെണ്ടത്തൈ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഒരു നല്ല വേനൽ മഴ കിട്ടിയിരുന്നു. ഇപ്പോൾ 18 ദിവസമായി ഇലകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 22 ദിവസമായി ഈ രണ്ടാമത്തെ വളപ്രയോഗം നടത്താം. പിന്നെ മണ്ണ് നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നേരത്തെ ഇട്ടതുപോലെ കുറച്ച് കടലപ്പിണ്ണാക്കിൻ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്കിൻ പൊടി നല്ല രീതിയിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് എല്ലിൻ പൊടി ചേർത്ത് കൊടുക്കാം. എല്ലിൻ പൊടിയിൽ നല്ല രീതിയിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ക്ഷാരം ചേർത്ത് കൊടുക്കാം. ക്ഷാരത്തിൽ കുറച്ച് ശതമാനം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചിലവളം ചേർത്ത് കൊടുക്കാം. ഇത് 2 ആഴ്ച മുന്നേ കൊത്തിയരിഞ്ഞു വെച്ച പച്ചിലവളമാണ്. ശീമക്കൊന്നയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താൽ പച്ചിലവളം മണ്ണുമായി പെട്ടെന്ന് യോജിക്കുകയും വേരുകൾക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. ഇനി കുറച്ച് പച്ചച്ചാണകം ചേർത്ത് കൊടുക്കാം. പച്ചിലവളവും പച്ചച്ചാണകവും ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണിൽ ഓർഗാനിക് കണ്ടൻറ്റ് വർദ്ധിക്കുകയും മണ്ണ് നല്ല ഫലഭൂയിഷ്ഠമാവുകയും ചെയ്യും. ഇനി വളത്തിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് കനത്തിൽ മണ്ണിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ 26 ദിവസമായി വെണ്ടയുടെ തൈ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇലകളൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇളം തളിരുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ 29 ദിവസമായി 3ാമത്തെ വളപ്രയോഗം നടത്താം. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മണിര കമ്പോസ്റ്റാണ്. മണിര കമ്പോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ട അത്യാവശ്യ ഘടകങ്ങളൊക്കെ മണിര കമ്പോസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അധികമായി പോയൊന്നും മണിര കമ്പോസ്റ്റ് യാതൊരു പ്രശ്നവുമല്ല. ഇനി കുറച്ച് എല്ലിൻ പൊടി ചേർത്ത് കൊടുക്കാം. എല്ലിൻ പൊടിയിൽ ഫോസ്ഫറസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി കുറച്ച് ക്ഷാരവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്ഷാരത്തിൽ ചെറിയ ശതമാനം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാഷ് എന്നും പറയും. ഈ പൊട്ടാഷാണ് ചെടികൾ പൂക്കുന്നതിനും കായ്കൾ നല്ലതുപോലെ ഉണ്ടാകുന്നതിനും കാരണമാകുന്നത്. ക്ഷാരത്തിൽ ചെറിയ തോതിലെ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളൂവെങ്കിലും നമുക്ക് മണിര കമ്പോസ്റ്റ് പോലെ കൂടുതൽ അത് ചെടികളുടെ തടത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റുകയില്ല. കാരണം ഇത് ക്ഷാരഗുണമുള്ളതുകൊണ്ട് വേരുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെടി ഉണങ്ങുവാനും കാരണമാകും. അതുകൊണ്ട് കഴിവതും കുറച്ച് ക്ഷാരം ഇട്ട് കൊടുക്കുക. കുറച്ച് പഴകിയ ക്ഷാരമാണ്, അതായത് വെണ്ണീർ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി വളത്തിൻ്റെ മുകളിൽ നല്ലതുപോലെ മണ്ണിട്ട് കൊടുക്കാം. ഇത് 3ാമത്തെ വളപ്രയോഗമാണല്ലോ. ഈ 3ാമത്തെ വളപ്രയോഗം കൊണ്ട് തന്നെ ഗ്രോ ബാഗിൻ്റെ ഏകദേശം 1/4 ഭാഗം ആയിട്ടുണ്ടാകും. പിന്നെ 10 ദിവസത്തിലൊരിക്കൽ ഇടുന്ന വളത്തിന് മുകളിൽ മണ്ണിടേണ്ട ആവശ്യമില്ല. എല്ലാ 10 ദിവസത്തിലൊരിക്കലും അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരിക്കലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ജൈവവളം ചെടിയുടെ ചുവട്ടിലിടാൻ ശ്രമിക്കുക. ഞാൻ അധികവും മണിര കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അത് നല്ല ഫലം കിട്ടാറുമുണ്ട്. ഇപ്പോൾ 32 ദിവസമായി ചെടിക്ക് മുട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കരുത്തോടുകൂടി ചെടി വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 33 ദിവസമായി. ഞാനൊന്ന് അളന്നു നോക്കി. അപ്പോൾ ഏകദേശം ഒരു ഇലയിൽ നിന്ന് മറ്റേ ഇലയുടെ അഗ്രഭാഗത്തേക്ക് 90 സെൻറ്റിമീറ്റർ വീതി ഉണ്ടായിട്ടുണ്ട്. വെറുതെ അളന്നതാണ്. ചെടിയുടെ അടിഭാഗത്ത് നിന്നും ചെറിയ ചെറിയ ശാഖകൾ വളർന്നു വരുന്നുണ്ട്. ഈ ശാഖകളിൽ നിന്നൊക്കെ നമുക്ക് വെണ്ടയ്ക്ക വിളവെടുക്കാൻ പറ്റും. മെയിൻ ശാഖയിലാണല്ലോ ആദ്യം വിളവ് ഉണ്ടാവുക. അതിൽ ഒരു 7 വെണ്ടക്ക നമുക്ക് വിളവെടുത്ത് കഴിയുമ്പോഴേക്കും ഈ ചെറിയ 2-3 ശാഖകളൊക്കെ വളർന്നു വന്ന് അതിൽ പൂവുണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് വെണ്ടക്ക വിളവെടുക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഒരേ സമയം നമുക്ക് 4 വെണ്ടക്ക വരെ വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ കൃത്യം 40ാമത്തെ ദിവസമാണ്. കൃത്യം 40ാമത്തെ ദിവസം തന്നെ വെണ്ടക്കയുടെ പൂവ് വിരിഞ്ഞിട്ടുണ്ട്.
ചെറിയ ചെറിയ മുട്ടുകളൊക്കെ കുറേ വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്കാം. ഈ വളത്തിൻ്റെ മുകളിൽ ഇനി മണ്ണ് കയറ്റേണ്ടതില്ല. ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് മണ്ണിര കമ്പോസ്റ്റും ഉണങ്ങിയ ചാണകപ്പൊടിയും മിക്സാക്കിയിട്ടാണ്. നല്ലതുപോലെ വളം ഇട്ട് കൊടുക്കുവാൻ ശ്രമിക്കുക. എല്ലാ ആഴ്ചയിലൊരിക്കലും ഇതുപോലെ വളം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ 41ാമത്തെ ദിവസമാണ്. ആ പൂവ് കൊഴിഞ്ഞ് അതിൽ നിന്നും വെണ്ട പുറത്തേക്ക് വളർന്നു വരുന്നത് കാണുന്നുണ്ട്. വെണ്ട പൂവിട്ട് 5-7 ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാൻ പാകത്തിലാവുകയും ചെയ്യും. ഇപ്പോൾ പൂവിട്ട് 4ാമത്തെ ദിവസമാണ്. വെണ്ട നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂവിട്ട് 6ാമത്തെ ദിവസമാണ്. നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഈ വെണ്ടക്ക വലിയ വെണ്ടക്കയുമല്ല ചെറിയതുമല്ല, അതിൻ്റെ ഒരു മധ്യഭാഗത്തിൽ നിൽക്കുന്ന ഒരു വെണ്ടക്ക ഇനമാണ് ഇത്. എന്തായാലും 47ാമത്തെ ദിവസം വിളവെടുക്കാൻ കഴിഞ്ഞു. അതിൽ വലിയ സന്തോഷമുണ്ട്. വെണ്ടക്കയുടെ തൈയും നല്ല രീതിയിൽ വളർന്നു കാണുന്നത് തന്നെ നല്ല ഭംഗിയുണ്ട്. അതിന് മനസ്സിന് നല്ലൊരു സന്തോഷവും തരുന്നുണ്ട്. ഇതുപോലെ വെണ്ടക്കയുടെ അഗ്രഭാഗം ഇതുപോലെ പൊട്ടുകയാണെങ്കിൽ അത് നമുക്ക് കറിയൊക്കെ വെക്കാൻ പാകമായി എന്ന് മനസ്സിലാക്കാം. അധികം മൂത്തിട്ടില്ല. പിന്നെ ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ ഇത് പൊട്ടുകയില്ല. അപ്പോൾ അത് നല്ലപോലെ മൂത്ത് അത് കറി വെക്കാൻ പറ്റാതാകും. അതുകൊണ്ട് നിങ്ങൾ കഴിവതും 5, 6, 7 ദിവസത്തിനുള്ളിൽ തന്നെ വെണ്ടക്ക പറിക്കാൻ ശ്രമിക്കുക. ആദ്യ വിളവെടുപ്പ് നടത്തിയാൽ ഓരോ ദിവസം ഇടവിട്ട് നമുക്ക് വീണ്ടും വീണ്ടും വിളവെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ശാഖകളിൽ നിന്നും വിളവെടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ 1ാമത്തെ വെണ്ടക്ക മുറിച്ചെടുത്തു. ഇത് 2ാമത്തെ മുറിച്ചെടുക്കുന്നത്. പിന്നെ ഇനി 3ാമത്തത്, അടുത്തത് 4ാമത്തത്, ഇനി അടുത്തത് 5ാമത്തത്. 6 ഉണ്ട്. ഞാനത് മൂക്കാത്തതുകൊണ്ട് പറിക്കുന്നില്ല. അപ്പോൾ 5 എണ്ണം ഞങ്ങൾക്ക് ഈ ഒരു വെണ്ടയിൽ നിന്ന് വിളവെടുക്കാൻ സാധിച്ചു. ഞാനിത് നേരിട്ട് ഇതുപോലെ കാണിക്കുന്നത് നിങ്ങൾക്കിത് ഒരു വെണ്ടയിൽ നിന്ന് എത്ര വിളവെടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വെണ്ട കൃഷി ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഞാൻ കുറേ ഗ്രോ ബാഗിൽ ഈ വെണ്ട കൃഷി ഇപ്പോൾ ചെയ്തിരുന്നു. അതിലൊരു ഗ്രോ ബാഗിൻ്റെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ ഗ്രോ ബാഗിൽ തന്നെ ഇനി കൂടുതൽ നല്ല രീതിയിൽ വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇതിൽ വിളവ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പ്രൂണിങ് നടത്തണം. അതായത് ഇതിൻ്റെ കൊമ്പ് മുറിച്ച് മാറ്റി വീണ്ടും നല്ല വളങ്ങളൊക്കെ ഇട്ട് അതിൽ പുതിയ ശാഖകളൊക്കെ ഉണ്ടാക്കി വീണ്ടും വിളവെടുക്കാൻ സാധിക്കും. അതിൻ്റെ വീഡിയോ കഴിയുമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് വെണ്ടക്കയുടെ രോഗബാധയെക്കുറിച്ചാണ്. ഇതിൽ അധികമായിട്ടൊന്നും കീടനാശിനിയൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. വെണ്ടക്കയ്ക്ക് സാധാരണഗതിയിൽ കീടരോഗബാധ കുറവാണ്. സാധാരണ ബാധിക്കുന്ന കീടരോഗബാധ എന്ന് പറഞ്ഞാൽ മൊസൈക്ക് രോഗമാണ്. ഇലകളൊക്കെ ഇലയുരുട്ടിപ്പുഴു അങ്ങനെയുള്ള ആക്രമണമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ സാധാരണ ഉണ്ടാവാറില്ല. നമ്മൾ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ, നല്ല വളമൊക്കെ ഇട്ട് അതിനെ നല്ല കരുത്തോടെ വളർത്തുകയാണെങ്കിൽ ഇതുപോലത്തെ കീടരോഗബാധയൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൻ്റെ രോഗകീടബാധയെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അത് ഉടനെ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് എല്ലാവരും വീഡിയോയ്ക്കും എൻ്റെ ചാനലിനും നല്ല സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.